ചെറുതല്ല ഇവന്റെ വായിന്ന് തെറിയൊക്കെ വരുന്നത്. തള്ള ഇങ്ങനെയല്ലേ അവളുടെ പ്രൈവസിയിൽ ഇടപെടാൻ. ഇത്ര ആംബിയർ ഇല്ലാത്തവനൊക്കെ പ്രേമിക്കാൻ നിൽക്കല്ലേ, മനസ്സിലായോ? ആരട്ടെ എന്നിട്ട് എന്നിട്ട് ഒരാളെ പ്രൈവസി ഇടപെടാൻ നാളുണ്ടോന്ന് മറ്റേ ചാറ്റിലിട്ട് നോക്കിയേ, മുകളിൽ നോക്കിയേ. അവളുടെ പ്രൈവസിയിൽ ഇടപെടാൻ ഇത് ആരുദ്ദേശാണ് നീട്ടെ? കാണിക്കുന്നേ നിന്നെക്കാട്ട് ബുദ്ധി ഉണ്ടല്ലോടാ സൂര്യക്ക്. അവൻ കൊച്ചല്ലടാ. 18 വയസ്സായില്ലേ നിനക്ക്? മൂഞ്ചാലാണ് വെച്ചേക്കണ കഴിവേറി. അത് ആടുന്നടിച്ചു കേട്ടിത്തറിഞ്ഞാൻ നീ സ്വയം ചത്തല്ലേ? എടാ ആംബിയറിലേക്ക് പറ, ആംബിയറിലേക്ക് പറഞ്ഞു. വെള്ളത്തിൽ ഇവൻ വെടിവെച്ച കേട്ടു ചത്തു. ആരോ വെടിവെച്ചതാന്നാ പറഞ്ഞത്. മീനെ വല്ല വെടിവെച്ചായിരിക്കും. മീനല്ലേ വെടിവെക്കാൻ പോണേ? അതുവരെ കറക്റ്റ് ആയിരുന്നു. അളിയാ ഇല്ലല്ലേ, ഞാൻ വെടിവെച്ചു ചെറുതായിട്ടൊന്ന് വെടിവെച്ചാണ്. സൂര്യ സൂര്യ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചന്ദ്രനോട്. ആണല്ലേ? അതാണടാ, മനസ്സിലായില്ലേ? എവിടെ അല്ല നിങ്ങളിപ്പോ റിലേഷനിലാവോ? നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതൊക്കെ ഉള്ളതാണോ റൂബി? അതാണ് നിങ്ങൾ അങ്ങോട്ട് നല്ല മനസ്സിലാക്കട്ടെ. അവനെ ഈ പ്രായത്തിന്റെ തിളപ്പും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ നിങ്ങൾ പൊക്കോ, ഞാൻ വേറെ എടുത്തോട്ടാ. ഓക്കെ അല്ല വണ്ടി സ്പേസ് ഉണ്ട്, എടുക്കേണ്ട കാര്യമില്ല. സ്പേസ് ഉണ്ട്. പെമ്പിള്ളേർ കുറച്ചൊരു ഒരു ഇതായിട്ട് വന്ന് പെരുമാറാ മുച്ചിരി. എന്താ ഇങ്ങനെ നിന്റെ കൂടെ വന്നിട്ട് നീ അല്ല ഇത് ഞാൻ കുറച്ച് കാശ് ഇറക്കി വാങ്ങിയ വണ്ടിയാണ്. ഇതിന്റെ അകത്ത് കുറച്ച് അധികം തിരിക്കാൻ പറ്റും. പെടുന്നില്ല ആര്. എന്നാ മുച്ചിരി ഇറക്കി ഇവിടെ, എന്നാ മുച്ചിരിയുടെ ഇറങ്ങിയ ഞാൻ അവളെ മുതലാക്കാം. പ്രേമിക്കാനൊന്നും അറിയില്ലട്ടോ മുച്ചിരി. ഞാൻ വേണേ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ വേണേ എക്സാമ്പിൾ കാണിച്ചു തരാം. കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോ കളഞ്ഞിട്ട് പോയില്ലേ? അതാണ് അത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടവൻ പെട്ടെന്ന് ചിന്തിച്ച് കാണില്ലായിരിക്കും, പാവം. എന്തായാലും എന്തോടാ ആ ഡയമണ്ട് അവിടെ തുറക്കാനിരുന്ന ഇടയ്ക്ക് അല്ലേ? എന്റെ സ്വഭാവം അനുസരിച്ചേ വിൽക്കാൻ വേണ്ടിട്ടേ. പഠിക്കാനുണ്ട്. നല്ല നീ കളഞ്ഞിട്ട് പോയതല്ലേ? ഇറങ്ങ റൂബി, എനിക്ക് ഇഷ്ടമാണോ അങ്ങനെ ഇരിക്കുന്നേ? കുഴപ്പമില്ല, അവന്റെ മടിയിലല്ല പറയുന്ന കേട്ടാ കലിപ്പനാടോ? നീ ഇത്ര ടോക്സിക് ആണോ? നിനക്കുള്ള വിശ്വാസമാണോ റൂബിനെ? വിശ്വാസമാണോ നിനക്ക്? വിശ്വാസൊക്കെ ഉണ്ട്. പിന്നെന്തിനാ അവള് ആരെ കൂടെ ഇരുന്ന എന്ത്? പിന്നെ എന്ത് നിനക്ക് വിശ്വാസമാണോ? അത് നോക്കിയാ നീകന് വിശ്വാസം ഇല്ലേ? നീകൻ എനിക്ക് വിശ്വാസമാണ്. മനസ്സിലായില്ലേ? നീകൻ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കും വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് എടാ അത് നമ്മളെ ഒരു നിന്നെ വിശ്വാസം ഇല്ല. നമ്മുടെ കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ആവാനുണ്ട്. സത്യം വളരാനുണ്ടല്ലേ?
ഒരു സെക്കൻഡ് നമുക്ക് ഇവന്റ് പോവാ. റൂബി വരുന്നുണ്ടാ? ഇല്ല ഇല്ല ഞാൻ ഇവിടെ ഇറങ്ങാം. എനിക്ക് കുറച്ച് വേറെ പരിപാടി ഉണ്ട്. ഓക്കെ ഗൈസ് നൈസ് സീയിങ് യു. മിസ് ബൈ ബൈ ബൈ. ഹലോ പിന്നെ ഞാനെന്ന് പറഞ്ഞ നോക്കി ജീവനാ. നിന്റെ തുപ്പുവാണ് മനസ്സിലായില്ലേ? റൂബി നിന്റെ നമ്പർ പഠിച്ചിട്ടില്ല അവളെ. ആ നമ്പർ അടിച്ചിട്ടല്ലേ? നന്നായി. ഞാൻ വിളിക്കാം. സൂര്യ പറയണ്ട. സൂര്യ അങ്ങ് മാമ കളിക്കല്ലേ? ഇടയ്ക്ക് മാമ കളിക്കല്ലേ? ഇനി മാമന്റെ കൂടെ അങ്ങ് പോണേ. അയ്യോ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അവിടെ അല്ലേ പറയും പോലെ ഇത് ഗ്യാങ് ഹൗസ്. എനിക്ക് ഇപ്പൊ വന്ന നമ്പർ 22 ചത്രങ്ങളെയോ നമ്പറില്ല നമ്മളോട് അറിയാൻ പറ്റില്ല. നമ്പർ അല്ലെങ്കിൽ നിന്നെ പോലെ ചപ്പറായിട്ട് നീരത്തറയാനാക്കറാന്. കൊച്ചിനെ പറഞ്ഞോണ്ടല്ലോ, കൊച്ചിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. ആ നീ വലിയ 18 വയസ്സായെന്ന് പറഞ്ഞു കൊച്ചിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. 18 വയസ്സായി കേട്ടാ. ആണേ ബോക്സ് വേണല്ലേ എനിക്ക്? സോറി സാലറി വന്ന ഒരു സന്തോഷത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 1000 രൂപീസ് ജീപ്പ് ആയിട്ടുണ്ട്. ചന്ദ്ര ഇവരെന്ത് പ്രേതത്തിനെ പോലെ കാണുന്നേ? അല്ലെ വണ്ടി പറ്റില്ല. നമുക്ക് എട്ടുകാലത്ത് ചുമ്മാടാ മുച്ചിരി അവൻ അവന്റെ അടുത്ത് ഭംഗിയൊക്കെ ഉണ്ട്. നിങ്ങൾ അവനിട്ട് അങ്ങനെ തീരെ ഇതാക്കല്ലേ. ചന്ദ്ര അവന്റെ മുഖം നോക്കി. എന്ത് കണ്ടിട്ടാ പറഞ്ഞേ? ഒന്ന് ബാക്കി ഇരുന്നിട്ടേ ഒന്ന് ഇട്ടിട്ട് നോക്കിക്കേ. ഒന്നിരുന്ന് നോക്ക്. ഇല്ല അവൻ സുന്ദരനാ. ചന്ദ്രൻ എട്ടുകാലി മാറ്റോ വായിന്ന് എന്നാ ഓക്കെയാ. ഇവിടെ നിന്ന് എന്തോ കൊണ്ടുപോണെന്ന് തോന്നട്ടാ. എന്ത് മറ്റേ ഇവന്റിനെ എന്ത് കത്തരാ? നിന്റെ ലോസ് പെക്ക ഉണ്ട്. 2 ദിവസത്തിന്റെ ലയ്യന്റെ ആവേ. 2 ദിവസത്തിലാ സെറ്റായല്ല. Ryzen 7 9800 X3D 5070. ആ പിസിക്ക് ചന്ദ്രു എന്ന് പേരിടണേ. നമുക്ക് റിയൽ എടുത്താലോ? ചന്ദ്രു പറഞ്ഞില്ലേ സിറ്റി വന്നു കഴിഞ്ഞാൽ ചന്ദ്രു SRK എവിടെന്ന് ചോദിക്കുമായിരുന്നു. എടാ SRK അത് ഇങ്ങോട്ടും പാടും കേട്ടോ. അത് മനസ്സിലായ ചന്ദ്രു ഞാൻ വന്ന് തിരക്കി ചന്ദ്രു. ചന്ദ്രനെ വിളിച്ചു. ചന്ദ്രു ഫോൺ എടുത്തില്ല. മറ്റേ റിംഗ് പോലും ചെയ്യുന്നില്ല. ഏത് ചപ്രി കടം കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഇത് കുടുംബസമേതം പങ്കെടുക്കാൻ വന്നേന്നാ ചന്ദ്രു. അതെ ഞാനേ ഈ കാശായിട്ട് വരുമ്പോഴേ മറ്റേ ജയിച്ച് കാശായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒക്കെ ഒരു വലിയ പെട്ടി വേണം. ഇത് എവിടെ നിന്നും ഒരു പെട്ടി തെറ്റാക്കാൻ പറ്റുമോ? ഇച്ചിരി വലിയ ശവപ്പെട്ടിയാ ചന്ദ്ര? ചാപ്പിട്ടി ഇത് നീവിന് കൊടുക്കണം. 500 CR നീവിന് കൊടുക്ക 500 ചന്ദ്രു ആണ് ഇവിടുത്തെ ചന്ദ്ര ഒരു പേഴ്സ് ഒരു സെക്കൻഡ് എടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. നീക എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയണ്ടേ. ഒറ്റ സെക്കൻഡ് വെയിറ്റ്. ഞാൻ പറയണത് കേള്. നിനക്ക് ദേവാനന്ദ് ബ്രോ 500 രൂപ ചേട്ടാ ആണോ? എന്നാ വേഗം അയക്കോ. കൊടുക്കണമെന്ന് നീ ഒന്ന്. ആ ഓക്കെ ബ്രോ പറഞ്ഞു. ചന്ദ്ര നമുക്ക് ഈ ഇവന്റ് ജയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ കാശ് ഇവന് കൊടുക്കണം. മനസ്സിലായില്ല? അതെ കാശേ അത് ഇവന് കടമായിട്ട് കൊടുക്കണം. എനിക്ക് അറിയാവുന്നൊരു ഫ്രണ്ടാ. അപ്പൊ നമുക്ക് ഈ ഇവന്റ് ജയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ കാശ് ഇവന് കൊടുക്കണം. എത്ര കാശ്? 70. 70? ബാങ്ക് ഫണ്ട് അവന്റെ ചന്ദ്ര അത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ. ചന്ദ്ര നമുക്കിത് ഈ വണ്ടി ജയിക്കണം. ചന്ദ്ര എന്ത് വില കൊടുത്തു നമ്മളെ ജയിച്ചിട്ടിടാം. എല്ലാരും വന്നു. ചന്ദ്ര മാറി ചന്ദ്ര പരമാറി തെണ്ടി ആവർത്തിച്ച് അടിച്ച് കറക്ക് ഞാൻ നിന്നെ ഉറപ്പാ. ഒരു സംശയമില്ല. അതെങ്ങനെ ആലോചിക്കരുത് അലീന.
കേട്ടോ. ഗോപകുമാർ ബ്രോ താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ. നമ്മുടെ ഡെയിലി സബ്സ്ക്രിപ്ഷൻ തരുന്ന ആളത് ഗോപകുമാർ ബ്രോ. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രിപ്ഷൻ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കോർഡിനേറ്റേഴ്സ് അല്ല ഞാൻ കയ്യിലിപ്പോ കുറെ സാധനം അത് മാറ്റണോ? ഒരു ആർമർ ഹെൽത്ത് കയ്യിൽ വെച്ചോ, ബാക്കിയെല്ലാം വണ്ടിക്കകത്ത്. ആ ഓക്കെ. വണ്ടി അല്ല പീഡിച്ച് ചെക്ക് ചെയ്യോ? ഇത് ബ്രോയിന്റെ വണ്ടിയാ? ആ ബ്രോ ഞാൻ മാറ്റണം. എത്ര തീയാ? ഇല്ല ബ്രോ ഇത് പുറത്തിറക്കിയ ചന്ദ്രൻ ഞാനിവിടെ നോക്കട്ടെ. നീ എന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോലെ നീ അതേ പ്ലീസ്. ചന്ദ്രൻ ഞാൻ വെച്ചോട്ടെ. നീ വെച്ചോ. റേഡിയോ ഞാൻ ഏറ്റവും അടിയിൽ വെക്കുക. അല്ലെ അടിയിന്ന് ഞാൻ വെക്കുവാണേ. അടിയിൽ നീ വെച്ചോ. അടിയിൽ നീ വെച്ചോ. റേഡിയോ 30 തരാം. അല്ലെ എന്റെ ഇച്ചിരി കൂടുതൽ സാധനങ്ങളുണ്ട് എന്റെ. എല്ലാം വെച്ചോ. എന്നമ്മേ ഉന്ന കണ്ണാലേ എന്നമ്മേ. റേഡിയോ 31. പഴം ചന്ദ്ര 4000 ബുള്ളറ്റ് എന്റെയാണേ, എടുക്കല്ലേ? 4000 എടുക്കല്ല ആള് പൂട്ട്. അയ്യോ ഹീലിങ്സ് എടുത്തില്ല. വണ്ടി ഹീലിങ്സ് അലീന ഒന്നും അറിയണത പുള്ളയുണ്ട്. കുഴപ്പമില്ല, ഒന്നും അറിയണത പാവം പുള്ള. ഞാൻ എടുക്കത്തില്ല. എടി കണ്ണൊന്നും എടുക്കല്ല. പിന്നെ എന്തിനാ കൈയിട്ടേ? എടുക്കാല്ലേ പിന്നെ എന്തിനാ കൈയിട്ട് നോക്കണേ? എന്തിനാ കഴിഞ്ഞിട്ട് കണ്ണെടുക്കല്ലേ കൊണ്ടുപോകും. എനിക്കൊന്നും വേണ്ട കണ്ണ്, എന്റെ കൈ ഇരിക്കണ കണ്ണ. നീ കൈ എടുക്ക. വിളിച്ചത് എപ്പോ വിളിക്കണ്ട കാര്യമുണ്ടോ? പമ്പില്ലേ, പമ്പിന്റെ ഇതിന് എന്തോ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വിളിച്ച് പറയാണെങ്കിൽ എന്റെ അടുത്തോടെ ഒന്ന് പറയോ എന്താ മീറ്റിങ്ങിന് പറഞ്ഞ? ഞാൻ മിസ്റ്റർ എക്സിനെയൊക്കെ അലീനൊക്കെ അറിയോ? എനിക്ക് പമ്പുണ്ട്. ചന്ദ്രന്റെ പമ്പില് പെട്രോൾ ഇല്ല. അത് മിക്കവാറും കൊണ്ടുപോകും മിസ്റ്റർ എക്സ് കണ്ട. ഇനി അതിനാണോ വിളിച്ചത്? വില എടുത്തു പറയുന്ന സൂര്യ. നീ വേണ്ടെന്ന് പറഞ്ഞല്ലേ? വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിവേറി? വെറുതെ അല്ല ഇവന്റെ വായന്ന് തെറിയൊക്കെ വരുന്നത്. തള്ള ഇങ്ങനെയല്ലേ? അതിനൊക്കെ അറിയില്ലേ? പിന്നല്ലേ അലീന വളർത്തണം. ഇവന് എന്ത് ചീത്ത സ്വഭാവം ഉണ്ടോ അതെല്ലാം അലീനയുടെ. സൂര്യ ഈ ചീത്ത വിളിയൊക്കെ ആരെന്നാ നീ പഠിച്ച സൂര്യ? ചന്ദ്ര പിള്ള വിളിച്ച് കളമില്ല മനസ്സിലായില്ലേ? ഒന്നിങ്ങോട്ട് ചന്ദ്രു